ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡ്യൂട്ടി ഡേ വ്ളോഗാണ്. ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എനിക്ക് ഹോസ്പിറ്റൽ വർക്ക് ഉണ്ട്. വീടിനടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ തന്നെയാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഞാനൊരു 6:15 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു. 8 to 2 ആണ് ഇന്ന് എൻ്റെ ഡ്യൂട്ടി ടൈം. വാമി നല്ല സുഖമായിട്ട് കിടന്ന് ഉറക്കമാണ്. ഞാൻ എഴുന്നേൽക്കുന്നതിലും കുറച്ച് നേരത്തെയാണ് അമ്മ എഴുന്നേറ്റത്. എന്നിട്ട് അമ്മ ചായ ഇടാൻ പോവാണ്. കഴിഞ്ഞ വ്ളോഗ് ഇതുപോലൊരു വ്ളോഗ് ഇട്ട സമയത്ത് ഞാൻ എംപ്റ്റി സ്റ്റൊമക്കിൽ, അതായത് ബ്രഷ് ചെയ്യാതെ തന്നെ ഒരു ഗ്ലാസ് മോർണിംഗ് വാട്ടർ കുടിച്ചിട്ടാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കോമൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എംപ്റ്റി സ്റ്റൊമക്കിൽ വിത്തൗട്ട് ബ്രഷിങ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ബാഡല്ലേ എന്നൊക്കെ. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് വെരി ഗുഡ്. ബ്രഷിങ്ങിന് മുന്നേ, അതായത് എംപ്റ്റി സ്റ്റൊമക്കിൽ ബ്രഷിങ്ങിന് മുന്നേ നമ്മൾ ഒരു ഗ്ലാസ്, അതായത് ലൈറ്റ് വാം വാട്ടർ കുടിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് നമുക്ക് നൈറ്റ് ടൈമിൽ ഈ ബാക്ടീരിയാസ് മൾട്ടിപ്ലൈ ചെയ്യും മൗത്തിൽ. ഈ മൗത്തിലുള്ള ഈ ബാക്ടീരിയാസ് നമ്മുടെ ഗട്ടിന് വളരെ നല്ലതാണ്. ഡീടോക്സിങ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഗട്ടിന് നല്ലൊരു ഡൈജഷൻ പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, തലേദിവസം കിടന്നുറങ്ങുമ്പോഴത്തേക്കും ബ്രഷ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങാൻ. ഓക്കെ, പിന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊന്നും ആദ്യം കാണിക്കാത്ത കുറച്ച് പ്രൈവസി കീപ്പ് ചെയ്യാനായിട്ടാണ്. മോർണിംഗ് 8 to ആഫ്റ്റർനൂൺ 2 വരെയാണ് ഡ്യൂട്ടി. അപ്പോൾ എനിക്ക് ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലിക്ക് കോൾഡായിരുന്നു, അപ്പോൾ എനിക്കും കോൾഡ് പറ്റി. ചിലരൊക്കെ പറയാറുണ്ട്, അപ്പോൾ ഡോക്ടേഴ്സൊക്കെ സ്വന്തമായിട്ട് കുക്കൊക്കെ ചെയ്യുമോ, ഇവർക്കൊക്കെ മെയ്ഡ്സൊക്കെ ഉണ്ടാവും എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ മെയ്ഡൊന്നുമില്ല, അമ്മയുണ്ട് നോക്കാൻ. പിന്നെ ഞാനും നോക്കും. നമ്മൾക്ക് അത്രയും വലിയ ഹെക്റ്റിക് പണിയൊന്നുമില്ല. സോ നമ്മൾ കുക്ക് ചെയ്യും, നമ്മളുടെ കാര്യങ്ങൾ നോക്കും, കുഞ്ഞിനെ നോക്കും, അതിൻ്റെ കൂടെ തന്നെ പ്രൊഫഷനൊക്കെ കൊണ്ടുപോകും. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഡ്യൂട്ടിയൊക്കെ ഇല്ലേ, ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ എടുക്കുന്നില്ലേന്ന്. ഡ്യൂട്ടി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സമയം കിട്ടുമ്പോഴാണ് ഈ യൂട്യൂബൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ വീക്കെൻഡാണെങ്കിൽ പോലും പുള്ളിക്കാരനും ബാങ്ക് മാനേജറാണ്. അപ്പോൾ പുള്ളിക്കാരനും പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെയാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മെഡിക്കൽ വീഡിയോസൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾക്കിന്ന് ഡ്യൂട്ടി സമയത്ത് തന്നെ പറ്റുവാണെങ്കിൽ കുറച്ച് സാധാരണ ഇപ്പോൾ വരുന്ന കേസസും കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സമയം കിട്ടുവാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ടീ ടൈം വിത്ത് അമ്മ ആൻഡ് കുറച്ച് വീട്ടുവിശേഷങ്ങളും വീട്ടുകാര്യങ്ങളും. ഇപ്പോൾ വർക്കിന് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും നമ്മൾക്കിപ്പോൾ ഉച്ചയ്ക്ക് ഊണിന് കാലാക്കാൻ വേണ്ടിയിട്ട് രാവിലെ വാമയും കൂടെ നോക്കാനുള്ളത് കൊണ്ട് അമ്മയെ കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് പോകാറാണ് പതിവ്. അങ്ങനെ ഞാൻ ഫ്രഷായി. ഇതാണ് എൻ്റെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് നല്ല ഫേവറേറ്റ് ഡ്രസ്സാണ് എൻ്റെ. ഞാനിപ്പോൾ ഫേസിനായിട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുവാണ്. ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങൾ അതൊന്നും ചെയ്യത്തില്ല. ജസ്റ്റ് ഒന്ന് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യും, പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യും, പിന്നെ ഒരു ലിപ് മോയ്സ്ചറൈസർ ഇടും. ഇതാണ് ചെയ്യാറ്.
അതിൻ്റെ ശേഷം ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. രാവിലെ തന്നെ തലയൊക്കെ നനച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഹെയർ ഡ്രൈ ആവത്തില്ല പെട്ടെന്ന്. അതെനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് ഹെയർ വാഷ് ചെയ്യാത്തത്. ഹെയറൊക്കെ വാഷ് ചെയ്ത് ഒക്കെ പോകുന്ന ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷെ എനിക്കത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് ഹെയർ തന്നെ വാഷ് ചെയ്യാത്തത്. വാമ എഴുന്നേറ്റു. സൗണ്ട് കേൾക്കുന്നുണ്ട്. നേരത്തെ എഴുന്നേറ്റില്ലോ. ഇന്നെനിക്ക് പോകുന്ന നേരത്തെ കരച്ചിലാണോ അവൾ? വാമ എഴുന്നേറ്റു. പിന്നെ മുടിയെല്ലാം കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഹെയർ പിൻ ചെയ്യാണ് ചെയ്യാറ്. ജസ്റ്റ് ഒന്ന് ക്രാപ്പ് ക്ലിപ്പ് വെച്ച് കൊടുക്കും. ഒരു മെസ്സി ബൺ കൊടുത്തിട്ട്. ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. സാധാരണ ഒരു മെസ്സി ബൺ കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ട് പോകാനാണ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഐ എം ഓൾ സെറ്റ് ടു ഗോ ടു ഡ്യൂട്ടി. അപ്പോൾ എൻ്റെ ബാഗിനകത്ത് ഞാൻ എൻ്റെ സ്റ്റെത്ത് എടുത്തിട്ടുണ്ട്, എൻ്റെ വാലറ്റ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാനിറ്റൈസറാണ്. സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പി വെള്ളം. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ വരുമല്ലോ, വീടിനടുത്ത് തന്നെയാണ്. സോ കുഴപ്പമില്ല. 2 പേനയെങ്കിലും വേണം. ബൈ. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു റിയൽ ഗോഡ് എന്ന് പറയുന്നത് നമ്മുടെ പാരൻസ് തന്നെയാണ്. അപ്പോൾ എപ്പോഴും അവരുടെ ബ്ലെസ്സിങ്സ് നമ്മുടെ കൂടെ ഉണ്ടാവണം. എന്നാലും എന്ത് കാര്യങ്ങൾക്കും നമ്മൾക്കൊരു സക്സസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മിസ്റ്റിന് നല്ല ഉറക്കമാണ്. ഇടയ്ക്ക് എഴുന്നേറ്റെങ്കിലും മാമി ഇപ്പം നല്ല ഉറക്കമാണ്. നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാതെ പോവാം. ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരിക്കുവാണ്. ഇവിടെയാണ് ഇന്ന് ഡ്യൂട്ടി എടുക്കുന്നത്. പിന്നെ വിഷ്വൽസൊക്കെ ബ്ലേഡാണ്, ബിക്കോസ് നമുക്ക് പ്രൈവസി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് പേഷ്യൻസിൻ്റെ പ്രൈവസിയും നമ്മൾ മാനിക്കണം. സോ അതുകൊണ്ടാണ് വിഷ്വൽസ് ബ്ലേഡ് ആക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ നേരെ ഡോക്ടേഴ്സ് റൂമിലോട്ടാണ് പോകുന്നത്. അവിടെ എൻ്റെ ബാഗും കാര്യങ്ങളും കീപ്പ് ചെയ്യാനായിട്ട്. എന്നാണ് കേട്ടോ. എന്ത് പറ്റിയത് ഇപ്പോൾ? അല്ല, എന്ത് കഴിച്ചാൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. കഴിച്ചുകൊണ്ടപ്പം കഴിയുമ്പോൾ ശ്രദ്ധിക്കും. അടുത്ത് കഴിച്ചാലും ജ്യൂസോട് കൊടുത്താണ് കേട്ടോ. ബോധം കിട്ടും. ചെറിയൊരു ബോധം ഇവിടെ പറഞ്ഞുണ്ട്. പെട്ടെന്ന് സക്സസ്.
അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കുറച്ച് കേസസൊക്കെ ഉണ്ടായിരുന്നു. ക്യാറ്റ് സ്ക്രാച്ച്, ഡോഗ് ബൈറ്റ് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കടിച്ചതും പൂച്ച മാന്തുന്നതൊക്കെ നിസ്സാരമായിട്ട് കാണാറുണ്ട്, പക്ഷേ നിസ്സാരമായിട്ട് കാണേണ്ട ഒന്നല്ല അത്. ഇന്ന് വന്നിട്ടുള്ള തന്നെ ഏകദേശം ഒരു 3 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. ഒരു ക്യാറ്റ് സ്ക്രാച്ച്, 2 ഡോഗ് ബൈറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ മുൻപ് പ്രീവിയസ്ലി എപ്പോഴെങ്കിലും പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും കടിച്ചതിൻ്റെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ തന്നിട്ടുണ്ട്, നിങ്ങൾ വാക്സിനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ കളയാതെ നമ്മൾ സൂക്ഷിക്കണം. ബിക്കോസ് അത് പിന്നീട് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അന്ന് വാക്സിനേഷൻ എടുത്തതിന് ശേഷം എത്ര പീരീഡ് കഴിഞ്ഞുവെന്ന് അറിയാനാണത്. വാക്സിനേഷൻ എടുത്തു 5 വർഷമായി എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും പ്രീവിയസ് പ്രിസ്ക്രിപ്ഷൻ കളയാതിരിക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നീട് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു രോഗത്തിൻ്റെ ഒരു ഇൻഫർമേഷനും ഒരു പ്രിസ്ക്രിപ്ഷനും കളയാതിരിക്കുക. അപ്പോൾ ഇപ്പോൾ 2 മണി കഴിഞ്ഞു, വേറെ ഡോക്ടർ ഡ്യൂട്ടിക്ക് കയറി, എൻ്റെ ഷെഡ്യൂൾ കഴിഞ്ഞു. ഇനി പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ഡയറക്റ്റ് പോയി വാമി എടുക്കാറൊന്നുമില്ല. ആ ഒരു എൻവയോൺമെൻറ്റിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഹൈജീൻ പാലിക്കണം. അപ്പോൾ ഞാൻ പോയി ഫ്രഷായി കുളിച്ചിട്ടൊക്കെയേ വാമി എടുക്കാറുള്ളൂ. ഇപ്പോൾ ഏകദേശം അവിടെ ഇപ്പോൾ വീട് മൊത്തം ടോയ്സൊക്കെ കൊണ്ട് നിറഞ്ഞ് അലങ്കോലപ്പെടുത്തിയിരിക്കാനായിരിക്കും. അപ്പോൾ ജലദോഷവും പനിയും കൊണ്ട് അനിയൻ ടയേർഡായിരിക്കും. സൺഡേ ആയതുകൊണ്ടും ഇന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇവിടെ തിരക്കുണ്ട്. ഈ ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും തിരക്കുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് തിരക്കുണ്ടായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം കാഷ്വാലിറ്റി സൗകര്യവും അഡ്മിഷൻ സൗകര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ്. പിന്നെ ഈ ഹോസ്പിറ്റലിനെ കൂടുതൽ കാണിക്കാത്തതെന്ന് പറയുന്നത് നമുക്ക് പ്രൈവസി കാര്യമായതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. പേഷ്യൻസിൻ്റെ പ്രൈവസിയൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം, അത് മാനിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. വാമിക്ക് ക്രയോൺസും അവളുടെ ചെറിയ പെൻസിൽസൊക്കെ സൂക്ഷിക്കാനായിട്ട് സർപ്രൈസ് ആയിട്ടൊരു ബോക്സ് കൂടെ വാങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ബാക്ക് ടു ഹോം. സർപ്രൈസ് ഉണ്ടല്ലോ. കണ്ണടി കണ്ണ് ക്ലോസ് ചെയ്യും. ക്ലോസ് യുവർ ഐസ്. കൈ വെച്ച് ക്ലോസ് ചെയ്യും. ഇങ്ങോട്ട് 1 2 3 സ്റ്റാർട്ട്. അതുകൊണ്ട് ഞാനേ അറിഞ്ഞില്ല ഇതിനകത്ത് ഈ ലൈറ്റ് ഉള്ളത്. വീഡിയോസിന് താഴെയൊക്കെ കുറച്ച് കമൻസ് ഒക്കെ ഉണ്ട്. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കമൻസ് ആണ് കേട്ടോ. അതിൽ കുറേ പേര് ചോദിച്ചിട്ടുള്ളത് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചാണ്. കുഞ്ഞിനെ കിടത്തി പാൽ കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ആക്ച്വലി കുഞ്ഞിനെ കിടത്തി പാൽ കൊടുക്കാം. മീൻസ് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിനൊരു പ്രത്യേക പൊസിഷനിങ് ഉണ്ട്. അല്ലാതെ നമ്മൾ തെറ്റായ രീതിയിൽ കുഞ്ഞിന് കിടത്തി പാൽ കൊടുക്കാൻ പാടില്ല. നമ്മൾ പില്ലോ സപ്പോർട്ട് ചെയ്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഞാൻ പിക്ചർ കൊടുക്കുന്നുണ്ട്. ഈ പിക്ചർ പ്രകാരം വേണം കൊടുക്കാൻ. കുഞ്ഞിനെ സൈഡിലോട്ട് തിരിച്ച് കിടത്തി നമ്മൾ അവിടെ കുഞ്ഞിൻ്റെ ബട്ടക്സിലൊന്ന് താങ്ങിയിട്ട് നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ട് വേണം ഫീഡ് ചെയ്യാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ അമ്മ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല കുഞ്ഞിനെ നമ്മൾ ആ സമയത്ത് നോട്ടീസ് ചെയ്യണം. പിന്നെ അലേർട്ടായിരിക്കുക. നമ്മളിപ്പോൾ രാത്രി കാലങ്ങളിൽ കിടത്തി മിക്കവാറും ഫീഡ് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാറുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഫീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു അപകട സാധ്യത വരാനുള്ള ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. തരിപ്പ് കയറും, ആസ്പിറേഷനുള്ള ചാൻസാണ്. കാരണം അമ്മമാർ ഉറങ്ങിപ്പോകും. ഈ കുട്ടി ഫീഡ് ചെയ്ത് വായിൽ ഇങ്ങനെ പാല് വെച്ചിട്ട് ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയൊക്കെ ചെയ്യും. അപ്പോൾ അതൊരു നല്ലൊരു സൈനല്ല. സോ അതൊന്ന് ശ്രദ്ധിക്കണം.
പിന്നെ കുറച്ച് അമ്മമാർക്ക് അറിയാനുള്ളത് ബ്രസ്റ്റ് പമ്പിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ബ്രസ്റ്റ് പമ്പിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മാനുവൽ പമ്പ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇലക്ട്രിക് പമ്പ് ഉണ്ടായിരുന്നു. അതാണ് ഇത് ഈ ഒരു ഇലക്ട്രിക് പമ്പ്. ഇത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് പമ്പാണ്. ഇത് ലവ് ലാപ്പിൻ്റെ അഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണ്. ഒരുപാട് അമ്മമാർ ആഫ്റ്റർ ഡെലിവറി 6 മന്ത്സിന് ശേഷം ജോലിക്ക് കയറുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇതെങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇതാണ് ലവ് ലാപ്പിൻ്റെ അഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് വിത്ത് LCD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ. LCD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയോട് കൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിൽ വരുന്നത് ഒരു ബ്രസ്റ്റ് പമ്പ് വിത്ത് ഇലക്ട്രിക് യൂണിറ്റ് ആണ്. ഇതാണ് അത്. സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഒരു സിലിക്കൺ ട്യൂബാണ്. അപ്പോൾ ഈ ട്യൂബ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മിൽക്കൊക്കെ പമ്പ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാഡിൽ ഒരു കണക്ഷൻ കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിലിക്കൺ ട്യൂബ് വരുന്നത്. പിന്നെ ഒരു ഡസ്റ്റ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് വരുന്നുണ്ട്. അതായത് നമ്മളിത് യൂസ് ചെയ്യാത്ത സമയത്ത് നമ്മൾക്ക് ഈ ഒരു മസാജ് ക്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ക്യാപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു എക്സ്ട്രാ ഡയഫ്രം കൂടെ വരുന്നുണ്ട്. ഒരു ഡക്ക് ബിൽ വാൽവും ഉണ്ട്. ഇതാണ് എക്സ്ട്രാ ഡയഫ്രം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്ട്രാ ഡയഫ്രം എന്ന് പറയുന്നത്. അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഡക്ക് ബിൽ വാൽവ്. ഈ ഒരു വാൽവ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരെണ്ണം കൂടെ അവർ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഈ ഒരു അഡാപ്റ്ററാണ്. കേബിൾ അഡാപ്റ്റർ വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത മിൽക്ക് ഇതിൽ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഇതിൽ നിന്നാണ് സ്റ്റോർ ചെയ്തെടുക്കുന്നത്. മസാജ് കുഷൻ യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഫീഡിങ് ബോട്ടിലിനകത്ത് മിൽക്ക് സ്റ്റോർ ആകുമ്പോൾ നമ്മൾക്കിത് ഈ ബോട്ടിൽ തന്നെ കുട്ടിക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ നിപ്പിളും അതിനനുസരിച്ചുള്ള ഒരു ക്യാപ്പും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫീഡിങ് ബോട്ടിലായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഈസി ക്യാരിങ്ങിന് വേണ്ടിയിട്ട് ഒരു ട്രാവൽ പൗച്ച് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LCD ടച്ച് ഡിസ്പ്ലേയോട് കൂടി വരുന്ന ലവ് ലാപ്പിൻ്റെ അഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിന് 2 മോഡ്സ് ആണുള്ളത്. അതിൽ ഒരെണ്ണം സ്റ്റിമുലേഷന് വേണ്ടിയിട്ടും ഒരെണ്ണം എക്സ്പ്രഷന് വേണ്ടിയിട്ടുമാണ്. 9 ലെവൽസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലസ് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെൻറ്റ് ലെവൽ മോഡ്സ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു സിമ്പിൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് എക്സ്പ്രഷൻ ഓഫ് മിൽക്കാണ്, അതായത് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ മസാജ് കുഷൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു കംഫർട്ടബിൾ സിറ്റിംഗ് പൊസിഷനിൽ ഇരുന്നിട്ട് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലൊരു സെക്ഷൻ പോലെ ഒരു സിസ്റ്റമാണ് കേട്ടോ. ഈ ഒരു ഫ്ലിപ്പ് ഫ്ലാപ്പ് മോഡ് കണ്ടോ, ഈ ഒരു മോഡിലാണ് നമ്മൾക്ക് ആ ഒരു സെക്ഷൻ ചെയ്തെടുക്കുന്നത്. ഇനി അറിയേണ്ട കാര്യം, ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ അപ് ടു 4 hours നമ്മൾക്ക് റൂം ടെമ്പറേച്ചറിൽ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാം. ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാൻ സെപ്പറേറ്റ് ബാഗ്സ് അവൈലബിൾ ആണ്, അതിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കുട്ടിയുടെ ഫീഡിംഗ് ബോട്ടിലാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ 4 മണിക്കൂറിന് ശേഷം നമ്മൾക്കത് ആ ബ്രസ്റ്റ് മിൽക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് എടുക്കരുത്, കുട്ടികൾക്ക് കൊടുക്കരുത്. ഇനി റെഫ്രിജറേറ്ററിലാണെങ്കിൽ നമ്മൾക്ക് ബ്രസ്റ്റ് മിൽക്ക് ഏകദേശം ഒരു 24 hours സ്റ്റോർ ചെയ്യാം. അതുപോലെ ഫ്രീസറിൽ 3 months, അതായത് 3 മാസത്തോളം സ്റ്റോർ ചെയ്യുന്നവരുണ്ട്. അതുപോലെ സ്റ്റോർ ചെയ്ത് ബ്രസ്റ്റ് മിൽക്ക് ഡൊണേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇപ്പോൾ. പിന്നെ ഈ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ കുട്ടിക്ക് കൊടുക്കുമ്പോഴത്തേക്കും അത് പുറത്തിറക്കി റൂം ടെമ്പറേച്ചറിലാക്കി ആ ഒരു നോർമൽ രീതിക്ക് വേണം കൊടുക്കാൻ, അല്ലാതെ ഈ തണുപ്പിച്ച രീതിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികൾക്ക്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മാമി ആൻഡ് മീ ടൈമാണ്. കുട്ടി ഡോക്ടറായിട്ട് മാമി ഇവിടെ നിൽപ്പുണ്ട്.
അകത്തുള്ള പരാക്രമങ്ങൾ കഴിഞ്ഞിട്ട് മാമി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് സൈക്ലിങ്ങും കാര്യങ്ങളുമായിട്ട്. ഡ്രസ് ചേഞ്ചിങ് തന്നെയാണ് മാമിയുടെ മെയിൻ പണി എന്ന് പറയുന്നത്. അപ്പോൾ മാമിക്ക് ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തന്നെ തോട്ടത്തിലുള്ള ചക്ക പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഇലയട ഉണ്ടാക്കാമെന്ന്. ചക്കയട. എന്തിനേത്? വാഴയ്ക്കോ? ചക്കയട ഉണ്ടാക്കാൻ വാ. വാഴയ്ക്ക ഉണ്ടാക്കാനോ? ഇല ചക്കയട. ചക്കയട ഉണ്ടാക്കാനായിട്ട് ഇവിടെ പഴുത്ത ചക്കയും അതുപോലെ തന്നെ ശർക്കര പാനിയും തേങ്ങയിട്ട് വരട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അരിപ്പൊടിയും കുറച്ച് ചക്ക കൂടെ അരച്ച് ചേർത്ത് നമ്മൾ കുഴച്ചൊന്നെടുത്തിട്ടുണ്ട്. ഏലക്കയും പൊടിച്ചത് കൂടെ ചേർത്താണ് ഈ കുഴച്ചെടുത്തേക്കുന്നത്. ഇനി ഇത് ഇലയിലോട്ടൊന്ന് പരത്തി നമുക്ക് എടുക്കാം. ഒരു കീടനാശിനി ഒന്നും ഇടാതെ നമ്മൾക്ക് നമ്മുടെ തോട്ടത്തിൽ തന്നെ കിട്ടുന്ന നല്ല ചക്കയാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. നാച്ചുറലി കിട്ടുന്ന ഫ്രൂട്ടാണ് എപ്പോഴും കുട്ടികൾക്ക് വളരെ നല്ലത്. ബാക്കിയെല്ലാം നമ്മൾക്കിപ്പോൾ ഒരുപാട് പെസ്റ്റിസൈഡ്സൊക്കെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഞാനിങ്ങനെ വരട്ടിയ ചക്ക ഇതും കൂടെ ഇതിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുവാണ്. എന്നിട്ട് ആവിയിൽ വെച്ച് ഇത് വേവിക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും മാമി ഫുൾ അവളുടെ ടോയ്സ് വാരി സോഫയിലൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയൊക്കെ ഫുൾ ടോയ്സ് കൊണ്ട് നിറച്ചിട്ടു. പിന്നെ കുട്ടികളായതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. കുട്ടികളുള്ളപ്പോൾ വീട് എപ്പോഴും മെസ്സി ആയിരിക്കും. പക്ഷെ അത് രസമാണല്ലേ. ഇത് മാമിയുടെ ടേബിളാണ്. അതിലൊക്കെ എന്തൊക്കെയോ എഴുതി വരച്ച് കുറിച്ച് വെച്ചിട്ടുണ്ട്. മാമി ഏകദേശം കുറച്ച് ലെറ്റേഴ്സൊക്കെ എഴുതാൻ പറ്റുന്ന ലെറ്റേഴ്സൊക്കെ എഴുതാറുണ്ട് ഇപ്പോൾ. ഇതിൽ PIAH എന്തൊക്കെയോ കിടപ്പുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം മാമിയുടെ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇതെന്തൊക്കെയാ ലെറ്റേഴ്സാ മാമി വന്ന് പറഞ്ഞു നമുക്ക്? എന്തൊക്കെ ലെറ്റേഴ്സാ അത്? ഇതെന്താ? ബി ആണോ പി ആണോ? ബി പോലെ ഒരു റാ വരച്ചിട്ടുണ്ട്. ഓക്കെ. ഇതെന്താ? ഓക്കെ. ഇതെന്താ? 1. ഓക്കെ. ഇതെന്താ? ഓക്കെ. ഇത് ഇങ്ങനെ തിരിച്ച് വെച്ച്. അങ്ങനെ ചക്കയട ഇവിടെ ആയിട്ടുണ്ട്. മാമിയുടെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ചക്കയട. ഇതുവരെ മാമി ചക്കയട അങ്ങനെ കഴിച്ചിട്ടില്ല. ഇലയട കഴിച്ചിട്ടുണ്ട്. മാമിക്ക് ഇഷ്ടപ്പെടുമോ നമുക്ക് നോക്കാം. നല്ല ചൂടാണ് ഈശ്വര. നല്ല അടിപൊളി മണവും നല്ല ഫില്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെടുമോ നോക്കാം. ടേസ്റ്റി ആണോ? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ കളിയും കാര്യങ്ങളായിട്ട് ഞാൻ അവൾക്ക് ചക്കയുടെ കൊടുത്തുകൊണ്ടിരുന്നു. അവൾ നല്ല ആസ്വദിച്ചത് കഴിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവളത് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? മാമി എന്താ കുടിക്കുന്നേ? ഇവിടെ കാണിച്ചതേ. അപ്പോൾ മാമി പാൽ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങും അല്ലേ മാമി? അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞേ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഉറങ്ങാൻ പോകുന്നു. അപ്പം നമ്മളെന്താ കഥ പറയാം അല്ലേ? ഏതാ? കാട്ടിൽ ഇഷ്ടം പോലെ അനിമൽസ് ഉണ്ട്. ഏതൊക്കെ അനിമൽസ് ഉണ്ട് കാട്ടിൽ? ടൈഗർ ഉണ്ട്. പിന്നെ വേറെ അനിമൽസ് പറഞ്ഞേ മാമിക്കറിയുന്ന അനിമൽസ്. ലയൺ ഉണ്ട്, ടൈഗർ ഉണ്ട്, പിന്നെ എലഫന്റ് ഉണ്ട്.
സീബ്ര ഉണ്ട്, ജിറാഫ് ഉണ്ട്, ആമയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് എന്ത് പറയേണ്ട കഥ എന്താ? ആമയും മുയലും കൂടെ ഓട്ടപ്പന്തയം വെച്ച കഥ. ഓക്കേ, ബൈ.